ഗബ്രി ഞാൻ പറയട്ടെ. ഇല്ല ഇല്ല കുഴപ്പമില്ല, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ. ഓക്കെ ഫൈൻ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഗബ്രി, ഇവിടെ ആരെന്ത് പറയുന്നുള്ളതല്ല, നമ്മുടെ ഗെയിമാണെന്ന് പറഞ്ഞാലും നീ എന്നെ ഇങ്ങനെ ആക്കുവാണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ ആക്കുവാണെന്ന് പറഞ്ഞാലും ഗബ്രി എനിക്കറിയാം. ഗബ്രി, പുറത്തുനിന്ന് കാണുന്നവരെ കഴിയും, ഇപ്പൊ അവര് കാണുന്ന ഒരു വിഷ്വല. എനിക്ക് നിന്റെ നിന്ന് കിട്ടുന്നത് ആ ഇമോഷണൽ ഫീലിംഗ്, കണക്ഷനാ. അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഗബ്രി, എന്റെ ഇന്ന് നിനക്ക് കിട്ടുന്നതും അതാ. നീ ഇങ്ങനെ പറയല്ലേ ഗബ്രി, പ്ലീസ്. എന്തിനാ നീ കിറ്റ് ചെയ്യുന്നേ? ആരെ പേടിച്ച്, ആരെ ബോധിപ്പിക്കാൻ? ഇതിൽ നിനക്ക് എന്ത് കിട്ടുമെന്നാ ഞാൻ നേരെ കളിക്കുന്നത്? ഞാൻ നേരെ കളിക്കാത്തത് എന്റെ ഫാമിലിയും ഇവരുടെ ഈ കുത്തുവാക്കുകളും കാരണം ഞാൻ തളർന്നു പോയതാ. സായി വന്ന് പറഞ്ഞതിന് ഞാൻ തളർന്നു പോയതാ. പക്ഷെ ഞാൻ നേരെ കളിക്കും. എനിക്ക് ഇച്ചിരി സമയം തന്നാ മതി, ഞാൻ നേരെ ആവും. പ്ലീസ്, ഞാൻ കാരണം ഞാൻ ഡിസിഷൻ എടുക്കല്ലേ ഗബ്രി, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഗബ്രി, ഞാൻ പറയട്ടെ. ഓക്കെ, ഞാൻ പറയട്ടെ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? അങ്ങനെ ഒന്നുമില്ല. ഗബ്രി എന്നെ ഒന്ന് നോക്കടാ. എടാ, ഞാൻ പറയണ കേക്ക്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടുന്നത് ഇതാ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പൊ ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോന്ന് വിചാരിച്ചു. ഇവരെല്ലാം പറയും, കണ്ടോ ഗബ്രി കളിച്ച് അവളെ ക്വിറ്റ് ചെയ്യിപ്പിച്ചു. ഈ സെയിം ഗബ്രി വിഷമിക്കില്ലേടാ? ഗബ്രി സങ്കടപ്പെടല്ലേടാ?